അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 അഹ്കാമുൽ ഇസ്ലാം ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് വേണമെങ്കിൽ കൂട്ടുകാർ എൻ്റെ ചാനൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ പ്രവർത്തനം നോക്കൂ. കോളത്തിൽ ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. നിസ്കാരശേഷം 10 തവണ ചൊല്ലേണ്ട ദിക്ർ. ഓപ്ഷൻസ് നോക്കൂ. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാ. ഇതിലേതാണ് ശരിയുത്തരം? അതെ, ലാ ഇലാഹ ഇല്ലല്ലാ. അപ്പോൾ അതിൽ ടിക്ക് ചെയ്യുക. 2. നിസ്കാരം നിർബന്ധമില്ലാത്തവർ. ഓപ്ഷൻസ് നോക്കൂ. രോഗമുള്ളവർ, ഹൈലുക്കാരികൾ, യാത്രക്കാർ. രോഗമുള്ളവർ, യാത്രക്കാർ ഇവർക്കെല്ലാം നിസ്കാരം നിർബന്ധമാണ്. ഹൈലുക്കാരികൾ അവർക്ക് നിസ്കാരം ഹറാമാണ്, അതായത് നിർബന്ധമില്ല. അപ്പോൾ ഹൈലുക്കാരികൾ. 3. ഒരു റക്അത്തിൽ മനഃപൂർവ്വം 3 സുജൂദ് ചെയ്താൽ. ഓപ്ഷൻസ് നോക്കൂ. നിസ്കാരം സ്വഹീഹാണ്, നിസ്കാരം ബാത്തിലാണ്, നിസ്കാരം ബാത്തിലല്ല. ശരിയുത്തരം നിസ്കാരം ബാത്തിലാണ്. 4. ശേഷം 2 ഖുത്ബ നിർവഹിക്കേണ്ട നിസ്കാരം. ഓപ്ഷൻസ് നോക്കൂ. പെരുന്നാൾ, തഹിയ്യത്ത്, ജുമുഅ. ശരിയുത്തരം പെരുന്നാൾ. 5. നോമ്പ് നോറ്റവരെ അല്ലാഹു തആല നരകത്തിൽ നിന്ന് അകറ്റും. ഓപ്ഷൻസ് 70 വർഷത്തെ ദൂരം, 700 വർഷത്തെ ദൂരം, 7 വർഷത്തെ ദൂരം. ശരിയുത്തരം 70 വർഷത്തെ ദൂരം. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. അതിൽ എ 6 അൽഹംദുലില്ലാ, 7 അൽ ജുമുഅ, 8 അന്നലാഫ, 9 സുജൂദു സഹ്വ്. ഇപ്പുറത്ത് നോക്കൂ. എ ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ, ബി ഖുബൈല സലാം, സി തംല ഉൽ മീസാൻ, ഡി മിനൽ ഈമാൻ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 6 അൽഹംദുലില്ലാ, അതിന് ശരിയുത്തരം സി തംല ഉൽ മീസാൻ, സി എന്ന് എഴുതുക. 7 അൽ ജുമുഅ, അതിന് ശരിയായത് ഓപ്ഷൻ എ ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ. 8 അന്നലാഫ, ചരിത്രം ഡി മിനൽ ഈമാൻ. 9 സുജൂദു സഹ്വ്, ചരിത്രം ബി ഖുബൈല സലാം, സി എ ഡി ബി. ചേരുംപടി ചേർക്കുക. അതിൽ ബി നോക്കൂ. 10 നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. 11 ജമാഅത്തിന്റെ സുന്നത്തിൽ പെട്ടതാണ്. 12 ജുമയുടെ ഷർത്തുകളിൽ പെട്ടതാണ്. 13 അബഅദ് സുന്നത്തുകളിൽ പെട്ടതാണ്. ഇപ്പുറത്ത് നോക്കൂ. എ ഉഹ്റിന്റെ സമയത്താവൽ, ബി ആദ്യത്തെ അത്തഹിയാത്ത് ഓതൽ, സി ആദ്യ സഫിൽ നിൽക്കൽ, ഡി നിയ്യത്തിൽ സംശയിക്കൽ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിന്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 10 നിസ്കാരം ബാത്തിലാകുന്ന കാര്യം. ചരിത്രം ഡി നിയ്യത്തിൽ സംശയിക്കൽ. 11 ജമാഅത്തിന്റെ സുന്നത്തിൽ പെട്ടതാണ്. ചരിത്രം സി ആദ്യ സഫിൽ നിൽക്കൽ. 12 ജുമയുടെ ഷർത്തുകളിൽ പെട്ടതാണ്. ചരിത്രം എ ദുഹ്റിന്റെ സമയത്താവൽ. 13 അബഅദ് സുന്നത്തുകളിൽ പെട്ടതാണ്. ചരിത്രം ബി ആദ്യത്തെ അത്തഹിയാത്ത് ഓതൽ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 14 അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഡാഷ് നിസ്കാരം നിർവഹിക്കലാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് കൃത്യസമയത്ത്. അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം കൃത്യസമയത്ത് നിസ്കാരം നിർവഹിക്കലാണ്. ഇനി 15 ഇത്തഖുല്ലാ ഇനൈനി ഡാഷ് 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ശാപനിമിത്തമായ. ഇത്തഖുല്ലാ ഇനൈനി ശാപനിമിത്തമായ 2 കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. 16 മുൻകൈയിൻ്റെ ഡാഷ് കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊട്ടാൽ വുളൂഉ മുറിയും. അവിടെ പൂരിപ്പിക്കേണ്ടത് വെള്ളഭാഗം. മുൻകൈയിൻ്റെ വെള്ളഭാഗം കൊണ്ട് മനുഷ്യൻ്റെ ഫർജ് തൊട്ടാൽ വുളൂഉ മുറിയും. 17 ശർഈയായ കാരണമില്ലാതെ
3 ജുമാ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ ഡാഷ് എന്ന് ഹദീസിലുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് സീൽ വെക്കപ്പെടും. ശർഈയായ കാരണമില്ലാതെ 3 ജുമാ ഒഴിവാക്കിയാൽ ഹൃദയത്തിൽ സീൽ വെക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. 18 സ്വഹാബികൾ തറാവിഹ് നിസ്കരിച്ചത് ഡാഷ് റക്അത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 20. സ്വഹാബികൾ തറാവിഹ് നിസ്കരിച്ചത് 20 റക്അത്താണ്. ഇനി അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 19 കുളിക്കുമ്പോൾ ആദ്യം എവിടെ വെള്ളമൊഴിക്കണം? ഉത്തരം തലയിൽ. 20 സ്ത്രീകൾ പെരുന്നാൾ നിസ്കരിക്കണം എവിടെ വെച്ച്? ഉത്തരം വീടുകളിൽ വെച്ച്. 21 മോക്കതായ റവാത്തിബ് സുന്നത്തുകൾ എത്ര? ഉത്തരം 10 റക്അത്ത്. 22 ഒഴിവാക്കിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഏത് സുന്നത്തുകൾ? ഉത്തരം ബഅദ് സുന്നത്തുകൾ. 23 റമളാനിൽ പ്രത്യേകമുള്ള നിസ്കാരമേത്? ഉത്തരം തറാവീഹ്. ഇനി അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24 പെരുന്നാൾ ദിനത്തിൽ ചൊല്ലേണ്ട തക്ബീർ ഏത്? ഉത്തരം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 25 മോക്കതായ റവാത്തിബ് സുന്നത്തുകൾ ഏതെല്ലാം? ഉത്തരം മോക്കതായത് 10 റക്അത്തുകളാണ്. ളുഹ്റിന്റെ മുമ്പ് 2, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇഷായിന് ശേഷം 2, സുബ്ഹിന്റെ മുമ്പ് 2. 26 ഖുനൂത്ത് ഓതൽ സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം? ഉത്തരം സുബ്ഹിലും റമളാൻ അവസാന പാതിയിലെ വിത്റിലും. 27 അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്. ഈ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്ത്? അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഏത് കർമ്മമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് മറുപടി നൽകിയത്? അതാണ് ഉത്തരം. അപ്പം നോക്കൂ, നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ് എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. 28 ശൗചം ചെയ്യാൻ വെള്ളത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന വസ്തുക്കൾ ഏതെല്ലാം? ഉത്തരം നജസ് വലിച്ചെടുക്കുന്ന കല്ല്, ടിഷ്യൂ പേപ്പർ മുതലായവ. 29 നിർബന്ധമായ കുളിയുടെ നിയ്യത്ത് എഴുതുക. ഉത്തരം ഫർളായ കുളി ഞാൻ നിർവഹിക്കുന്നു. 30 ളുഹ നിസ്കാരത്തിന്റെ സമയമേത്? ഉത്തരം സൂര്യോദയം കഴിഞ്ഞ് സുമാർ 20 മിനിറ്റ് കഴിഞ്ഞതു മുതൽ ഉച്ചയാകുന്നത് വരെ. 31 നോമ്പ് തുറന്ന ഉടനെ ചൊല്ലേണ്ട ദിക്ർ ഏത്? ഉത്തരം അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു ദഹബൽ ലമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32 അത്തശഹുദ് അതായത് അത്തഹിയാത്ത്. അപ്പം നോക്കൂ, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. 33 കുളിയുടെ പൂർണ്ണരൂപം. അപ്പം നോക്കൂ, ഖിബ്ലയ്ക്ക് മുന്നിടുക, ഔറത്ത് മറയ്ക്കുക, കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്തോടെ ബിസ്മി ചൊല്ലുക, വുളൂ ചെയ്യുക. ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും ശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. തേച്ചുരച്ച് കഴുകുക. പീളക്കുഴി, മടമ്പ് തുടങ്ങിയ സ്ഥലങ്ങളും പൊക്കിൾ, ചെവി, ചുക്കിച്ചുളുന്ന സ്ഥലങ്ങൾ എന്നിവയും സൂക്ഷിച്ച് കഴുകുക. സംസാരിക്കാതിരിക്കുക. കുളി കഴിഞ്ഞ ഉടനെ വുളൂവിന് ശേഷമുള്ള ദുആ ചെയ്യുക. ജുമുഅ, പെരുന്നാൾ തുടങ്ങിയവയ്ക്ക് സുന്നത്തായ കുളി നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. നിർബന്ധമായ കുളിയാണെങ്കിൽ ഫർളായ കുളി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.